ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങക്കറിയാണ്. വഴുതനങ്ങക്കറി നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയിലല്ല, തമിഴ്നാട് റെസിപ്പിയാണ്. കാരക്കുളമ്പ് എന്നാണ് പറയുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ട് അടുപ്പത്ത് പാൻ ചൂടാവാൻ വേണ്ടി വെക്കുക. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ കുറച്ചധികം യൂസ് ചെയ്യണം ഈ കറിക്ക്. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകം, പിന്നെ വറ്റൽമുളക്, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സവാള ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. അതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിൽ ഒരു തക്കാളി, അത് വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി. പിന്നെ ഞാൻ ആഡ് ചെയ്തത് സാമ്പാർ പൗഡറാണ്, അതൊരു സ്പൂണ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ ഇത് നന്നായി വഴഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളി നിങ്ങളുടെ പുളി അനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് സമയം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വരും. അതുമാത്രമല്ല, ഈ കറി നമുക്കൊരു 3-4 ദിവസം വരെ കേടാവാതെ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരാവശ്യമില്ല. 3-4 ദിവസം വരെ പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അത് മാത്രമല്ല, ഭയങ്കര ഈസിയാണ് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഈസി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ കേടാവാതെ നമുക്ക് ഫ്രിഡ്ജിൽ പോലും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. 3-4 ദിവസം വരെ പുറത്ത് തന്നെ വെച്ച് സൂക്ഷിക്കാം. നല്ല കറിയാണ്.
അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റിയാണ് ഈ കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.